അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് അല്ലേ? അതിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അക്കാൽ സ്പർശനമേറ്റ മക്കയിലും മദീനയിലും ഒന്ന് പോകണം. മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണം. ആ മദീനയിൽ ചെന്നൊന്ന് സ്വലാത്തും സലാമും പറയണം. അവിടുത്തെ ഒന്ന് സിയാറത്ത് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണം അല്ലെ? ഇതുപോലെ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിം ലോകത്തുണ്ടാകുമോ? ഇല്ല. എന്നാൽ ആ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ സ്വപ്നത്തിൽ കണ്ട ഒരു പണ്ഡിതനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളൊക്കെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ്. ഉസ്താദിനെ കുറിച്ച് പറയാനൊന്നും ഞാൻ ആരുമല്ല. പക്ഷേ ഉസ്താദിന്റെ ബറക്കത്തിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്. അതായത് ഇത്രത്തോളം താഴ്മയുള്ള, ഇത്രത്തോളം വിനയമുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് ചെറുപ്പം മുതലേ ഉസ്താദിനെ അറിയാം. ഏകദേശം എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ഉസ്താദിനെ അറിയാം. അതായത് ഉസ്താദിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനമുള്ളത്. ആ സ്ഥാപനത്തിൽ ഏകദേശം 4 വർഷത്തിന് മുകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് കുറഞ്ഞ കാലയളവ് ഉസ്താദ് അവിടെ ദർസ് നടത്തിയിരുന്നു. ആ സമയത്ത് വളരെ നന്നായിട്ട് എനിക്ക് ഉസ്താദിനെ അറിയാം, ഉസ്താദിന് എന്നെയും അറിയാം. ആ സമയത്തൊക്കെ ഉസ്താദ് പോകുന്നതും വരുന്നതും ഉസ്താദിന്റെ ഓരോ പോക്ക് വരവുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അത്രത്തോളം വിനയമുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകുന്നത് കാണുമ്പോൾ അത്രയും താഴ്മയുള്ള ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉസ്താദിന്റെ 2 മുഖങ്ങളാണ് ഞങ്ങൾക്ക് സാധാരണ കാണാനിടയാവാറുള്ളത്. ഒന്ന് നല്ല പുഞ്ചിരിയുള്ള, ഏതു സമയത്തും പുഞ്ചിരിക്കുന്ന മുഖം. പിന്നൊന്ന് കരയുന്ന മുഖം. നമുക്ക് ദിക്ർ ഹൽക്കയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി വരും. ദുആന്റെ ഇടയിൽ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പറച്ചിലുണ്ട് ഉസ്താദിന്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ ഇതേ പറയുള്ളൂ. അപ്പോഴത്തേനും കരഞ്ഞു. കരഞ്ഞ് പിന്നെ തൊണ്ടയിടറി, പിന്നെ ശബ്ദം പുറത്തു വരാതായി. ഇങ്ങനെ എത്രയോ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കാരണം ആ ഹുബ്ബ്, ആ സ്നേഹം അതിങ്ങനെ പുറത്ത് പ്രകടമാകുകയാണ്. അത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കളവാവില്ല. അത്രയും ആ ഹുബ്ബ് മനസ്സിൽ വെച്ച് നടന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദ്. ഉസ്താദിൽ നിന്നും എനിക്കുണ്ടായ അനുഭവം എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ നിക്കാഹിനും വേണ്ടി ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി പോയി. ഉസ്താദ് അന്ന് കാസർഗോഡ് ജില്ലയിലെ പൊയ്യത്ത് വയൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുദരിസായിരുന്നു. ഉസ്താദ് വീട്ടിലുണ്ട് എന്നറിഞ്ഞ് ഞാൻ ഉസ്താദിനെ കാണാൻ പോയി. ഉസ്താദ് കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്നു. ഉസ്താദിന്റെ വലിയ ഒരു പ്ലസ് പോയിന്റ് ആണത്. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും തങ്ങളാണ്, അഹ്ലു ബൈത്താണ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യമാണല്ലോ. ഉസ്താദ് എഴുന്നേറ്റ് നിന്നു. ഉസ്താദിനെ ഞാൻ മുസാഫഹത്ത് ചെയ്തു. ഉസ്താദ് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഉസ്താദ് ചോദിച്ചു, എന്താ തങ്ങളുട്ടി തങ്ങൾ വന്നത്? ഞാൻ കാര്യം പറഞ്ഞു, എൻ്റെ നിക്കാഹിന് ക്ഷണിക്കാൻ വേണ്ടിയാണ്. മഗ്രിബ് കഴിഞ്ഞിട്ടാണ് നിക്കാഹ്. ഞാൻ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. ഉസ്താദ് എന്നോട് പറഞ്ഞു, തങ്ങളെ ഞാൻ മുദരിസായിട്ടുള്ള പൊയ്യത്ത് വയൽ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഉറൂസാണ്, അന്ന് ഉസ്താദിന്റെ പരിപാടി ഉണ്ട് എന്നാണ് തോന്നുന്നുണ്ട് എന്നോട് പറഞ്ഞത്. അല്ലെങ്കിലും ഉസ്താദ് അവിടെ മുദരിസായിരിക്കുമ്പോൾ ഉസ്താദ് വേറെ പരിപാടിക്ക് പോവുക എന്നുള്ളത് അതൊരു നല്ല കാര്യമല്ലല്ലോ. ഉസ്താദ് അത്ര പറഞ്ഞ് എന്നോട് നിർത്തി. ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് എന്നോട് ഉസ്താദ് പറഞ്ഞു, തങ്ങളൂട്ടി പോയിക്കോ, ഞാൻ ദുആ ചെയ്യാന്ന്. എങ്ങനെ? തങ്ങളൂട്ടി പോയിക്കോ, ഞാൻ ദുആ ചെയ്യാന്ന്. ഇതിനേക്കാളും അപ്പുറം എന്താണ് വേണ്ടത്? അവിടുത്തെ ദുആ കിട്ടിയാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ദുആ ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഇത്രയും വലിയ ഒരു പണ്ഡിതന്റെ വായിൽ നിന്നും ഞാൻ ദുആ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിൽ വളരെ ഖൈറായ ജീവിതമായിരുന്നു. അൽഹംദുലില്ലാ ഉസ്താദിന്റെ ദുആ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉപ്പാപ്പമാരുടെയൊക്കെ ദുആ എനിക്കുണ്ട് എന്നുള്ളത്
അതൊരു പരമയാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദിനെക്കുറിച്ച് ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്ത എത്രയോ ആലിമീങ്ങൾ, അതും വലിയ വലിയ മുദരിസുമാർ, അങ്ങനെയുള്ള മുദരിസുമാരെ വാർത്തെടുത്ത് ഈ ലോകത്തിന് സംഭാവന ചെയ്ത മുദരിസാണ് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദ്. ഉസ്താദിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. ഉസ്താദിൻ്റെ ആണ്ട് ദിവസമാണ് ഈ വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഉസ്താദിൻ്റെ പേരിൽ കഴിയുന്ന ഒരു ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യണം. അതൊരു ഫാത്തിഹ ആണെങ്കിൽ പോലും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടത്തെയോടൊപ്പം നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഉസ്താദിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു തആല ഖൈറാക്കി തരട്ടെ. നമ്മുടെ മരണം അല്ലാഹു തആല ഖൈറാക്കി തരട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഖൈറും ബറക്കത്തിലുമാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.